കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞങ്ങൾ അനുഭവിച്ച കാറ്റല്ല. ഹൈലൈറ്റ് പാർക്കിൽ എത്തിയ സമയത്ത് കാറ്റിന്റെ ശക്തി കൂടി. വിന്റർ ആണ് എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ എന്നാലും ഇത്രയും ഒരു ക്ലൈമറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. -5 മുതൽ -6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഗംഭീര കാറ്റ് എന്ന് പറഞ്ഞാൽ തണുപ്പോ അതനുസരിച്ച് നമ്മൾ ഗ്ലൗസ് ഒക്കെ അണിഞ്ഞിട്ടാണ് അവിടെ നിൽക്കണമെങ്കിലും ഒരു രക്ഷയില്ല. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു 2-3 നമ്മുടെ കൂടെ വന്ന 2-3 കൂട്ടുകാർ പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. നമ്മുടെ ആ 3 പേര് നിസാമി സ്ട്രീറ്റിലേക്ക് പോയ സമയത്ത് ഒരു ഏജന്റ് വരികയും റഷ്യൻ സുന്ദരികളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവരൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവരുടെ കയ്യിൽ നിന്ന് ഉദ്ദേശം ഇന്ത്യൻ മണി 10,000 രൂപ വെച്ചിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. വാങ്ങാണ്ട് അവർ വിടില്ല എന്നാ പറഞ്ഞത്. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് സുനിൽ കുമാർ. ഞാൻ പാലക്കാട് വടക്കഞ്ചേരിയിലാണ് താമസിക്കുന്നത്. അസർബൈജാൻ എന്ന് പറഞ്ഞ മനോഹരമായ രാജ്യത്തേക്ക് 2 സീസണിൽ യാത്ര ചെയ്യുന്ന അനുഭവങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അസർബൈജാൻ എന്ന മനോഹരമായ രാജ്യം ഞാൻ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂറോപ്പ് കൾച്ചറായ, ഒരു ഹിസ്റ്റോറിക്കലായിട്ട്, ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അസർബൈജാൻ. ഞങ്ങൾ 2023 ഫെബ്രുവരി മാസം വിന്റർ ടൈമിലാണ് ഞാനും എൻ്റെ കൂട്ടുകാരായ 13 പേരും കൂടെ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്ത്യക്കാർക്ക് വളരെ എളുപ്പം വിസ ലഭിക്കാവുന്ന, അതായത് ഈ വിസ ലഭിക്കാവുന്ന ഒരു രാജ്യമാണ് അസർബൈജാൻ. പക്ഷേ കേരളത്തിൽ നിന്ന് നമുക്ക് നേരിട്ട് ഒരു ഫ്ലൈറ്റ് അസർബൈജാനിലെ ക്യാപിറ്റലായ ബാക്കുവിലേക്കില്ല. അപ്പോൾ അതായത് നമ്മളൊരു മിഡിൽ ഈസ്റ്റിലൂടെ യാത്ര ചെയ്താലേ നമുക്ക് ബാക്കു വരെ നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പം ഞങ്ങൾ ഇത്തവണ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചത് എയർ അറേബ്യ എന്നുള്ള ഫ്ലൈറ്റിലായിരുന്നു. അത് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് ഷാർജയിലെത്തി. ഷാർജയിൽ നിന്നാണ് ബാക്കുവിലേക്ക് എത്തിയത്. ബാക്കുവിലെത്തിയതിന് ശേഷം എമിഗ്രേഷനും ബാഗേജ് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് നടന്നു വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു സർപ്രൈസ്. അതായത് ക്ലൈമറ്റ് വളരെയധികം മാറി. അതായത് വിന്റർ ആണ് എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ എന്നാലും ഇത്രയും ഒരു ക്ലൈമറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. -5 മുതൽ -6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഒപ്പം നല്ല കാറ്റും. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് ഒരു ചെറിയ പെൺകുട്ടി, അതായത് വിന്റർ ഡ്രസ്സിൽ നല്ല ഡ്രസ്സപ്പ് ചെയ്തിട്ടാണ് ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വന്നത്. ആ കുട്ടിയുടെ പേര് ലൈല എന്നാണ്. ഒരു 10-23 വയസ്സേ ആ കുട്ടിക്ക് ആ പ്രായമുള്ളൂ. അതിനുശേഷം ഞങ്ങൾ നേരെ ആ വാഹനത്തിലേക്കാണ് പോയത്. ആ വാഹനത്തിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് ലണ്ടൻ ടാക്സി എന്ന് പറഞ്ഞ റെഡ് കളർ ഒരു ടാക്സിയാണ്. ലണ്ടനിലൊക്കെ വളരെയധികം ഹോളിവുഡ് മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ടാക്സിയാണ് ഞങ്ങളുടെ കൺമുമ്പിൽ ആദ്യം കണ്ടത്. അതിനുശേഷം ഞങ്ങൾ നേരെ നല്ല ചൂടാക്കി നിർത്തിയ ഒരു മെഴ്സിഡീസ് ബെൻസ് സ്പ്രിൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഹനത്തിലേക്കാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത്. അത് നമ്മുടെ നാട്ടിൽ അധികം കാണാത്ത ഒരു വാഹനമായിരുന്നു. അപ്പം അതും ഞങ്ങളെ സംബന്ധിച്ച് പുതുമയുള്ള 1-2 കാഴ്ചകളും ഒപ്പം ഈ ഒരു വെതറിൻ്റെ ഒരു വ്യത്യാസവും. കാരണം ആ സമയത്ത് ഞങ്ങൾ ഡ്രസ്സപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ അതേ ഡ്രസ്സായിരുന്നു. സാധാരണ നമ്മൾ ഒരു ലെയർ ഓഫ് ഡ്രസ്സിങ്ങോ ജാക്കറ്റ്സോ ക്യാപ്പുകളോ ഒന്നും അണിഞ്ഞിട്ടല്ല ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ വാനിൽ കയറി യാത്ര തുടങ്ങി. യാത്ര ഒരു 3/4 മണിക്കൂറോളം ദൂരമുണ്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്താനായിട്ട്. അപ്പോൾ വഴിയരികിലൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കല്ലുകൾ പാകിയ ഫുട്പാത്തുകളൊക്കെയാണ് ഞങ്ങൾ കാണാൻ സാധിച്ചത്. അങ്ങനെ ഒരു ഉദ്ദേശം ഒരു 1/4 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ബാക്കു സിറ്റിയിലെത്തി. ഞങ്ങൾ ഇന്ന് രാത്രി താമസിക്കുന്ന ബാക്കുവിൽ ഹോട്ടലിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. നല്ല ഭംഗിയായിട്ടുള്ള ഒരു റൂമായിരുന്നു. നല്ല ഹീറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല റൂമായിരുന്നു. അസർബൈജാനിലേക്ക് വരുന്ന സമയത്ത് വിൻ്ററാണ് ക്ലൈമറ്റ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ വാങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ പോയപ്പോൾ തന്നെ എല്ലാവരും പറയുണ്ടായി, കാരണം ഇത്രയും രൂപയൊക്കെ ചിലവാക്കി നമ്മൾ സ്നോ ബൂട്ടുകളും ജാക്കറ്റ്സും 3 ലെയർ ഡ്രസ്സുകളെല്ലാം നമ്മൾ വാങ്ങുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല, ഈ പൈസയൊക്കെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ ഞങ്ങളെല്ലാവരും ജീവിതത്തിൽ ആദ്യമായിട്ട് 3 ലെയർ ഡ്രസ്സും ബൂട്ടും ജാക്കറ്റും എല്ലാം അണിഞ്ഞ് റെഡിയായി. ഇനി ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് ലഞ്ചിനാണ്. അപ്പോൾ ലഞ്ചിന് നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത്. അത് അവിടുന്ന് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ദൂരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ പോയി. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തിയിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് അകത്തേക്ക് കയറിയ സമയത്താണ് ഏറ്റവും വലിയൊരു തമാശ കണ്ടത്. കാരണം ഇലയൊക്കെ
ഒരുക്കി വച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ചപ്പാത്തി, നാൻ, പനീർ അങ്ങനെയുള്ള സംഭവങ്ങളാണ് മനസ്സിലായി, കാരണം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്നുള്ളത്. അപ്പോൾ അതൊരു തമാശയായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അതേ രീതി ഉള്ളിൽ കഥകളിയുടെയൊക്കെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ഭാര്യയും ഭർത്താവുമാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അങ്ങനെ ഞങ്ങൾ വന്ന് ഇരുന്ന് കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഒരു രസം, അതേപോലെ തനി മലയാള ചുവയുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് കിട്ടിയത്. നല്ല ഡബിൾ ബോയിൽഡ് റൈസ് നമുക്ക് കിട്ടി. കൂടാതെ അവിയൽ, സാമ്പാർ, തോരൻ എന്ന് വേണ്ട ഉച്ചത്തെ കാര്യം വളരെ ഹാപ്പിയായി ഞങ്ങൾക്ക് എല്ലാവർക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നു. ഫസ്റ്റ് ദിവസം തന്നെ ചപ്പാത്തിയും പനീറിൻ്റെ ഒക്കെ പുറകെ പോവാതെ നമ്മുടെ നാടൊട്ടും മിസ് ചെയ്യാത്ത രീതിയിലൊരു ഭക്ഷണം കൂടെ കിട്ടിയപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയായി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു യാത്ര എന്നുള്ളത് ഞങ്ങൾ ഇവിടുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുക. കാരണം ഇന്നത്തെ ഒരു ദിവസമാണ് നമ്മൾ ബാക്കുവിൽ ഫസ്റ്റ് ഡേ ഉള്ളത്. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് കുറച്ചധികം യാത്രകൾ ബാക്കു സിറ്റി തന്നെ നമുക്ക് കാണാനുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിൽ നിന്ന് യാത്ര പറഞ്ഞ് നേരെ ബാക്കു സിറ്റി കാണാനായിട്ട്, എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഓൾഡ് ബാക്കു സിറ്റി കാണാനായിട്ടാണ്. ഒരു ഉദ്ദേശം ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഓൾഡ് ബാക്കു സിറ്റി എത്തി. അവിടുന്ന് നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് ഒരു വാക്കിംഗ് സ്ട്രീറ്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിക്കുക. നമ്മൾ ചെറിയ ചെറിയ കല്ല് പാകിയ ഇടവഴി കൂടെയൊക്കെയാണ് നമ്മൾ നടന്നാണ് ഈ ഒരു ബാക്കു ഓൾഡ് സിറ്റി കാണേണ്ടത്. അത് ഒരു ഹിമാലയൻ ടാസ്ക് ആയിട്ട് ഞങ്ങൾക്ക് അപ്പം തോന്നി. കാരണം മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്, നല്ല കാറ്റും. അപ്പോൾ ഈ ഒരു കാറ്റിൽ നമ്മൾ ആ വെതറായിട്ട് നമ്മളൊന്ന് സെറ്റായി വരണേ ഉള്ളൂ. അങ്ങനെ പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ലൈല എന്ന് പറഞ്ഞിട്ടുള്ള ആ പെൺകുട്ടി വളരെ സപ്പോർട്ടീവായിരുന്നു. അവർ പറഞ്ഞു അതൊരു പ്രശ്നമാക്കണ്ട, നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലാണ് ഡ്രസ്സപ്പ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല, നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഞങ്ങളെ ലൈല എന്ന് പറഞ്ഞ് നമ്മുടെ ഗൈഡായ പെൺകുട്ടി നമ്മളെ ഓൾഡ് ബാക്കു സിറ്റിയിലേക്കാണ് നമ്മൾ ആദ്യം കൊണ്ടുപോയത്. അവിടെ നമ്മൾ ഓൾഡ് ബാക്കു സിറ്റിയിൽ ഞങ്ങൾ ഇന്നേ വരെ ഞങ്ങൾ കൂടെ യാത്ര ചെയ്ത് ആരും എക്സ്പീരിയൻസ് ചെയ്യാത്ത കാഴ്ചകളാണ്. കാരണം ഒരു നല്ല ഭംഗിയുള്ള ഒരു പുരാതനമായ കല്ല് പാകിയ ചുറ്റോട് ചുറ്റും മതിലുള്ള ഒരു പ്രവേശന കവാടത്തിലേക്കാണ് ഞങ്ങൾ ആദ്യം അകത്തേക്ക് പ്രവേശിച്ചത്. അതിൽ നമ്മൾ കാണാൻ സാധിച്ചത് ഒരു മെയ്ഡ് ഇൻ ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടവർ. ആ ടവറിൽ ഒരു സ്പൈറൽ കോണിയാണ് മുകളിലേക്ക് നമുക്ക് കയറാൻ സാധിക്കുക. പക്ഷെ അന്ന് ക്ലോസ്ഡ് ആയിരുന്നു, നമുക്ക് പുറമേ നിന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ സ്പൈറൽ ഒരു ലാഡറിലൂടെ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക വിശാലമായ കാസ്പിയൻ സീയും ബാക്കു സിറ്റിയിലെ ഏറ്റവും മനോഹരമായ ഒരു ബിൽഡിംഗ് ആണ് ഫ്ലെയിം ടവേഴ്സ്. നമ്മൾ അവിടേക്കൊക്കെ പിന്നെ പോകുന്നുണ്ട്, അതെല്ലാം കാണാൻ സാധിക്കുക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ ദിവസം അവിടെ ഒരു പ്രവേശനം നമുക്ക് സാധ്യമായിരുന്നില്ല. അങ്ങനെ ഓൾഡ് ബാക്കു സിറ്റിയിലെ ചരിത്രമുള്ള ബിൽഡിങ്ങുകളെല്ലാം നമ്മൾ കണ്ട് മുന്നോട്ട് നടന്നു വരുമ്പോഴാണ് നിസാമി സ്ട്രീറ്റിന്റെ ഒരു ഓപ്പണിംഗ് വരിക. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഈ നിസാമി സ്ട്രീറ്റ് വളരെ ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പക്ഷെ അത് റിയൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു കാഴ്ച സൗന്ദര്യം ഉണ്ടാവണമെങ്കിൽ രാത്രിയാവണം. പക്ഷെ ഇതൊരു വിൻ്റർ സമയമാണ്, അപ്പോൾ ക്ലൈമറ്റ് ഒട്ടും അനുകൂലമല്ല. എന്നാലും നമ്മുടെ ഗൈഡ് ലൈല പറഞ്ഞു രാത്രിയാകുമ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവും, കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ തുറക്കും എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടന്ന് പോയ സമയത്ത് നമ്മൾ കാണുന്നത് ലേക്ക് ബുളവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സ്പേസ് ആണ്. അവിടെ ഒരു നടക്കാനും നമുക്കൊരു നല്ല ഭംഗിയായിട്ട് ലോണൊക്കെ ചെയ്ത് വച്ചിട്ടുള്ള കല്ലുകൾ പാകിയ ഫുട്പാത്തുകളും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വലിയൊരു ഏരിയയാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റുന്നത് കാസ്പിയൻ സീ ആണ്. അതൊരു മനോഹരമായ കാഴ്ചയാണ്. ഈ ഒരു തണുത്ത ക്ലൈമറ്റിൽ ഈ ഒരു എന്താ പറയുക ഒരു നീല കളറൊക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് ആ ഒരു കാസ്പിയൻ സീ ആ സമയത്ത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചത്. കൂടാതെ നമുക്ക് ഫ്ലെയിം ടവേഴ്സിൻ്റെ വിദൂരമായ ഒരു ദൃശ്യം നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതേപോലെ ഒരു 7 സ്റ്റാർ ഹോട്ടൽ അവിടെ
പണിതുകൊണ്ട് വരുന്നുണ്ട്. അതൊരു ജൈന്റ് വീലിന്റെ മാതൃകയിലായിരുന്നു അത് പണിതുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു കാർപ്പറ്റ് മ്യൂസിയം, ലിറ്റിൽ വെനീസ്, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ലേക്ക് ബുളവാർഡിൽ എത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാം കൂടെ ഒറ്റ ദിവസം കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ലേക്ക് ബുളവാർഡിലൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ അടുത്തത് പോയത് ഹൈലൈൻഡ് പാർക്കിലേക്കാണ്. അതായത് ഒരു ചെറിയൊരു ഹൈറ്റിലുള്ള ഒരു സ്ഥലമാണ് ഹൈലൈൻഡ് പാർക്ക്. അപ്പോൾ ഹൈലൈൻഡ് പാർക്കിലേക്ക് നമ്മൾ വണ്ടി അതിൻ്റെ താഴത്തേക്ക് കൊണ്ട് നിർത്തുള്ളൂ. അവിടെ നമ്മൾ സ്റ്റെപ്സ് ക്ലൈംബ് ചെയ്തിട്ട് വേണം ഹൈലൈൻഡ് പാർക്കിൽ പോകാൻ. പക്ഷേ ഈ ഹൈലൈൻഡ് പാർക്ക് എന്ന് പറയുന്ന സമയത്ത് അതിന് മുകളിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ബാക്കു സിറ്റിയുടെ ലേക്ക് ബുളവാർഡും കാസ്പിയൻ സീയും ഫ്ലെയിം ടവേഴ്സും എല്ലാം കൂടെ ഉള്ളൊരു മനോഹരമായൊരു കാഴ്ച. അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ശരിക്കും അവിടെ ഫീൽ ചെയ്യണം നമ്മൾ. കാരണം ആ ഒരു ക്ലൈമറ്റ്, മഞ്ഞുകൾ വീണുകൊണ്ടിരിക്കുന്നു, ആ ഒരു കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞങ്ങൾ അനുഭവിച്ച കാറ്റല്ല. ഹൈലൈൻഡ് പാർക്കിൽ എത്തിയ സമയത്ത് കാറ്റിൻ്റെ ശക്തി കൂടി. ഗംഭീര കാറ്റ് എന്ന് പറഞ്ഞാൽ തണുപ്പോ അതനുസരിച്ച് നമ്മൾ ഗ്ലൗസ് ഒക്കെ അണിഞ്ഞിട്ടാണ് അവിടെ നിൽക്കണമെങ്കിലും ഒരു രക്ഷയില്ല. എല്ലാവരും അടുത്തടുത്തടുത്ത് കൂടിയാണ് നിൽക്കുന്നത്. കാരണം ചൂടവിടെ കിട്ടും എന്നുള്ള രീതിയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഹൈലൈൻഡ് പാർക്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല തണുത്ത് വരച്ചിരിക്കുന്ന സമയം. അപ്പം അങ്ങ് കുറച്ച് ദൂരെ ഞങ്ങളൊരു വിളക്ക് കണ്ടു, നല്ല ആളിക്കത്തുന്ന ഒരു ജ്വാല. അപ്പം ഞങ്ങൾ നേരെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയ സമയത്ത് നമ്മുടെ ഗൈഡ് ലൈല നമ്മുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം, 1991 അസർബൈജാൻ എന്ന് പറഞ്ഞ രാജ്യമായതിനു ശേഷം റഷ്യയും അസർബൈജാനും തമ്മിൽ വലിയൊരു റെവല്യൂഷൻ നടന്നു. ആ റെവല്യൂഷനോടനുബന്ധിച്ച് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു സ്മരണയ്ക്കായിട്ടാണ് ഈ ഒരു ലൈറ്റ് അവിടെ കത്തുന്നത്. ഗ്യാസിലൂടെ കത്തുന്ന ഒരു ലൈറ്റാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു തീനാളം പോലെ നല്ല ഉയരത്തിലാണത് കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ആ ഒരു സമയത്ത് നമ്മുടെ ഒരു ആവശ്യം എന്നുള്ളത് ചൂട് എന്നുള്ള ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ ലൈല പറഞ്ഞു, ഇത് മാത്രമല്ല ഒരു കാഴ്ച, ഇതിൻ്റെ കുറച്ച് മുന്നോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാം ശവകുടീരം കാണാം. അപ്പോൾ ആ ശവകുടീരത്തിൽ 1-2 പ്രത്യേകതകൾ ഉണ്ടെന്നുള്ള ലൈല പറഞ്ഞു. അങ്ങനെ ശരി, നമുക്ക് അതും കൂടെ കാണാം എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് നടന്ന സമയത്ത് വളരെ നീറ്റായിട്ട് വളരെയധികം ശവകുടീരങ്ങൾ. അത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സെമിറ്റേരി എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. അതായത് നല്ല ഗ്രാനൈറ്റ് പതിപ്പിച്ചിട്ടുള്ള സെമിത്തേരിയാണ്. പക്ഷേ അവരുടെ എല്ലാ സെമിത്തേരിയിലും ഓരോ ആൾക്കാരുടെ ഫോട്ടോ അത് നല്ല ഭംഗിയായിട്ട് എൻഗ്രേവ് ചെയ്ത് വച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് മുന്നോട്ട് എത്തിക്കഴിഞ്ഞ സമയത്ത് ഏറ്റവും അറ്റത്ത് ഒരു ശവകുടീരം. അവിടെ ഒരു ഭാര്യയും ഭർത്താവിൻ്റെയും ഒരു വെഡ്ഡിങ് ഫോട്ടോ പോലത്തെ ഒരു ഫോട്ടോ ആണ് എൻഗ്രേവ് ചെയ്ത് വച്ചിട്ടുള്ളത്. അതിലൊരു കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു റെവല്യൂഷൻ നടക്കുമ്പോൾ ഇദ്ദേഹം മരിക്കുകയും ആ സെയിം ഡേ അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരെ രണ്ടുപേരെയും ഒരു ശവക്കല്ലറയിലാണ് അടക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുവന്ന സമയത്ത് ഒരു രാജ്യം ഈ നിലയിലേക്ക് എത്തുമ്പോൾ എത്ര പേരുടെ ത്യാഗമാണ് അല്ലേ, ഇതെല്ലാം നമ്മളിങ്ങനെ ആലോചിച്ചു. അപ്പോൾ കുറച്ചും കൂടെ നമ്മളൊരു സെന്റിമെന്റൽ ഒരു ഫീലിംഗ് ആയി. അപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇനിയിപ്പം ഇതൊക്കെ കണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് 91 നടന്ന സംഭവമാണ്, നമ്മളിപ്പോൾ 2023 നമുക്കിനി ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് മടങ്ങിപ്പോവാം, നിസാമി സ്ട്രീറ്റിലേക്ക്. എന്ത് പറയണു? അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഓ ആയിക്കോട്ടെ, എന്നാൽ അങ്ങനെ ആവാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പതുക്കെ നിസാമി സ്ട്രീറ്റിലേക്ക് നടന്നു. അങ്ങനെ ഞങ്ങൾ നിസാമി സ്ട്രീറ്റിലെത്തി. അപ്പോൾ കുറച്ച് മുന്നേ കണ്ട ഒരു നിസാമി സ്ട്രീറ്റ് അല്ല. അപ്പോൾ എല്ലാ ബിൽഡിങ്ങുകളും ലൈറ്റപ്പ് ഒക്കെ ആക്കി, റെസ്റ്റോറൻറ്റ്സിൻ്റെ പുറമെ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ യൂറോപ്പിലൊക്കെ കാണില്ലേ, അതേപോലെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക രീതിയിലുള്ള ഒരു എക്സ്റ്റൻഷൻ ഒക്കെ എല്ലാ റെസ്റ്റോറൻറ്റ്സിൻ്റെ പുറത്തും. അതും വളരെ ഭംഗിയായിട്ട് ഗ്യാസ് ലൈറ്റൊക്കെ വെച്ച് ഹീറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ്സ്. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും എന്തെങ്കിലും ഭക്ഷണം കയറി കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കുറച്ച് നേരം സംസാരിച്ചിരിക്കാം, കുറച്ചൊരു ചൂടുള്ള എന്തെങ്കിലും നമുക്ക് കുടിക്കാം. അപ്പോൾ ഇത്രയും സമയമായി, ഉദ്ദേശം ഒരു 7:30-8 മണി ആവണം ആ സമയത്ത്. അപ്പോൾ അതിലവർ നിൽക്കും, നമുക്ക് അതിന് മുന്നേ വേറൊരു കാഴ്ചയും കൂടെ ഒന്ന് കണ്ടാലോ, എന്നിട്ട് നമുക്ക് വീണ്ടും നിസാമി സ്ട്രീറ്റിലേക്ക് വരാം. ഞാൻ നിങ്ങളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് ആ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് ഈ നിസാമി സ്ട്രീറ്റിലെ വ്യത്യാസങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ശരി, നമ്മൾ പറഞ്ഞു ശരി ആയിക്കോട്ടെ, നമുക്ക് എന്താണ് ആ കാഴ്ച. അപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഫ്ലെയിം ടവേഴ്സ്, അതായത് തീനാളം പോലെ നിൽക്കുന്ന 3 ബിൽഡിങ്ങുകളാണ്. അത് നല്ല LED ലൈറ്റ്സിൽ കത്തി നല്ല മനോഹരമായിട്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് അനുഭവിക്കുക തന്നെ വേണം നിങ്ങളെല്ലാവരും. അതൊരു ഫീലാണത്.
അതിൻ്റെ മൂന്ന് രീതിയിലാണ് എന്നാണ് ലൈല പറഞ്ഞത്. ഒന്ന് ഒരു ഹോട്ടലാണ്, ഫെയർമൗണ്ട് ഹോട്ടലാണ്, ഒന്ന് ഓഫീസുകളാണ്, ഒന്ന് ഫ്ലാറ്റുകളാണ്. മൂന്ന് രീതിയിലാണ്. പക്ഷെ ഫ്ലെയിം ടവേഴ്സിലേക്ക് നമുക്ക് മുകളിലേക്കൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു ദൃശ്യം ഇത് എൻറ്റയർ നൈറ്റ് ലൈറ്റപ്പ് ചെയ്ത് LED ലൈറ്റിൽ കുളിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളത് ശരി ഇനിയിപ്പോൾ നമുക്ക് ഭക്ഷണം ആയാലോ, പറഞ്ഞു ശരി നമുക്കെന്നാൽ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളെ ലൈല കൊണ്ടുപോയത് ഒരു ഡോൾമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഈ ഡോൾമ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ തനി അസർബൈജാനി കുസീൻ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. നിസാമി സ്ട്രീറ്റ് തന്നെയാണ്. പക്ഷെ അത് ഭൂമിക്കടിയിലാണ്. നമ്മൾ കുറച്ചധികം സ്റ്റെപ്പുകൾ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലാണ് നമുക്ക് ഡോൾമ റെസ്റ്റോറൻറ്റിൽ എത്താൻ പറ്റുക. അതൊരു ട്രഡീഷണൽ രീതിയിൽ അണിച്ചൊരുക്കിയ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ആ വേഷവിധാനം, ആ മ്യൂസിക് എല്ലാം അതുപോലെ തന്നെ നല്ല ചൂടാക്കി വച്ചിട്ടുള്ള മനോഹരമായ കുഷ്യനുള്ള സീറ്റുകൾ, ഒരു ശരിക്കൊരു ഗുഹയിലിരുന്ന് ഭക്ഷണം കഴിക്കണ പോലെയൊക്കെ തോന്നും. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് നമുക്കെല്ലാവരും നമ്മൾ പറഞ്ഞു എന്ത് ഭക്ഷണം കഴിക്കണം, എന്തായാലും ഉച്ചയ്ക്ക് നമുക്ക് കേരള ഭക്ഷണം കിട്ടി സുഭിക്ഷമായി. അപ്പോൾ ഇനിയിപ്പം ലൈല പറഞ്ഞു ഞാനെന്നാ ഓർഡർ ചെയ്യാം. അങ്ങനെ കുറച്ച് അസറി ഭക്ഷണങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതായത് ആദ്യം തന്നെ കൊണ്ടുവന്ന ഒരു റൈസാണ്. റൈസിൽ മട്ടൻ ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പ്ലേറ്റർ രൂപത്തിലായിരിക്കാം അത്. അങ്ങനെ 1-2 മീറ്റുകൾ ഉള്ള ഒരു റൈസും കാര്യങ്ങളാണ്. അതിന് മുന്നേ ഫസ്റ്റ് നമുക്ക് സെർവ് ചെയ്തത് ഒരു പരിപ്പിൻ്റെ സൂപ്പാണ്. ശരിക്കും നമ്മുടെ പരിപ്പ് കറി പോലെ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത്, പക്ഷെ നല്ല ആവി പറക്കണ ഒരു സൂപ്പാണ്. അപ്പോൾ അതെല്ലാം കുടിച്ചു. ആ തനതായ അസരി ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിച്ചു. അപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ സമയത്ത് ലൈല പറഞ്ഞു നമുക്ക് ഇന്നത്തെ കാഴ്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം. കാരണം നിങ്ങൾ ഇന്നലെ തൊട്ട് തുടങ്ങിയ ഒരു യാത്രയാണ്. കൂടാതെ നമുക്ക് നാളെ ഒരു 200 ചില്ലാൻ കിലോമീറ്റർ യാത്ര ചെയ്യാണ്ട് ഒരു ദീർഘമായ ഒരു യാത്രയാണ്. അപ്പോൾ എല്ലാവർക്കും റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി. അന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്നുണ്ട്. ഞാൻ റെസ്റ്റ് ചെയ്യായിരുന്നു. നമ്മളാരും ഉദ്ദേശിക്കാത്ത ഒരു കാര്യം ഏത് യാത്രയിലും നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് എനിക്ക് അന്ന് മനസ്സിലായ ഒരു വലിയൊരു അപകടം സംഭവിച്ച ഒരു ദിവസവും കൂടെ ആയിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു 2-3 നമ്മുടെ കൂടെ വന്ന 2-3 കൂട്ടുകാർ പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിസാമി സ്ട്രീറ്റിലല്ലേ നടന്നിട്ട് പതുക്കെ വരട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്തിട്ടും ഇവരെക്കുറിച്ചിട്ട് യാതൊരു അറിവില്ല. കാരണം ഞാൻ അത് ഇൻ്റർനാഷണൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള സിമ്മായിരുന്നു എൻ്റെ കയ്യിൽ. മറ്റുള്ളവരാരും സിമ്മ് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ചൊരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം വൈഫൈ ഹോട്ടലിലുള്ളതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇവർ 3 പേരെ മിസ്സിങ്. എന്ത് ചെയ്യും? അപ്പോൾ ലൈലയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ലൈല പറഞ്ഞു ഒരു പിടുത്തം കിട്ടുന്നില്ല, ഇവരെവിടെ പോയത്? നല്ല തണുപ്പും നല്ല കാറ്റും മഞ്ഞ് വീഴ്ചയും, എന്ത് ചെയ്യും? ആ പാടം എല്ലാവരും ടെൻഷനിലായി, എല്ലാവരും പാനിക്കായി. ഇവർ 3 പേരെ കാണാനില്ല, എവിടേക്ക് പോയി? കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോള് വന്നത് പരിചയമില്ലാത്ത നമ്പറാണ്. പക്ഷെ ആ ഭാഷയാണ് സംസാരം. വേഗം ഞാൻ ലൈലയ്ക്ക് കൊടുത്തു. അപ്പോൾ ലൈലയായിട്ടാണ് അവർ സംസാരിക്കേണ്ടായ. അപ്പോൾ ലൈല പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ആ 3 പേര് നിസാമി സ്ട്രീറ്റിലേക്ക് പോയ സമയത്ത് ഒരു ഏജൻറ്റ് വരികയും റഷ്യൻ സുന്ദരികളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവരൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവരുടെ കയ്യിൽ നിന്ന് ഉദ്ദേശം ഇന്ത്യൻ മണി 10,000 രൂപ വെച്ചിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. വാങ്ങാണ്ട് അവർ വിടില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരു ടെൻഷൻ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങളെല്ലാവരും ഒരേപോലെ ടെൻഷൻ. പൈസ പോയത് വേറെ കാര്യം, ഇതൊരു വലിയൊരു മാഫിയ, ഒരു സ്കാം. അതിപ്പോൾ എല്ലായിടത്തും എവിടെ നമ്മൾ പോയാലൊരു സ്കാം ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യാത്ര പോണ സമയത്ത് നമ്മുടെ കാഴ്ചകൾ കാണാതെ തിരിച്ചു വരിക എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനൊരു സാധ്യത അവിടെ വന്നു. ഒരു 1-2 മണിക്കൂർ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആ ഒരു സ്ഥലത്ത്, അതായത് ആ ഫോൺ വിളിച്ച് ലൈലയായിട്ട് സംസാരിച്ചു. ഇന്നൊരു പോയിന്റിൽ അവർ വെയിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഞാനും ലൈലയും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയി. ഞങ്ങൾ നിസാമി സ്ട്രീറ്റിലെ ഒരു ഏരിയയിൽ നിന്ന് അവരെ പിക്ക് ചെയ്ത് വന്നു. അതിനുശേഷമാണ് അവർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇവർ നിസാമി സ്ട്രീറ്റിൽ കൂടെ നടക്കുകയായിരുന്നു. ഒരു ഏജൻറ്റ് വന്നു. ഇന്ത്യയിൽ നിന്നാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. റഷ്യൻ സുന്ദരികളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവർ കൂട്ടിക്കൊണ്ടുപോയി കുറേ ദൂരം നടന്നു. ഭൂമിക്കടിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്, അതേപോലെ ഒരു ഏരിയയിൽ കൊണ്ടുപോയി അപ്പോൾ ആ കൊണ്ടുപോയ ഏജൻറ്റ് മാറി നിൽക്കുകയും അവിടെ ശരിക്കൊരു ബൗൺസേഴ്സിനെ പോലുള്ള ആൾക്കാരാണ് ഇവരായിട്ട് സംസാരിച്ചത്. ആദ്യം പൈസ ചോദിക്കാണ്ട് അവരെ കാണിച്ചു തരില്ല എന്ന് പറഞ്ഞു. ഇവർ പൈസ കൊടുക്കില്ല എന്നായി. ശരിക്കും വേറൊരു എക്സ്ട്രീം ലെവലിലേക്ക് ആ ഒരു സാഹചര്യം എത്തുകയും അവസാനം ഇവർ 3 പേരും ആ പൈസ കൊടുത്ത് എങ്ങനെയോ രക്ഷപ്പെട്ട് വരികയുണ്ടായത്. അപ്പോൾ ഈ ഒരു കാര്യം ചില സമയത്ത്
നമ്മൾ യാത്രകളിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ സമയത്ത് ഭയങ്കര നമ്മൾ ആ ഒരു യാത്രയുടെ എൻ്റെയർ ആ ഒരു കളർഫുൾ മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് പോകും. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഏത് സ്ഥലത്ത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾ കഴിയുന്നതും സ്കാമിൽ പെടാണ്ടിരിക്കുക, കഴിയുന്നതും ഒറ്റയ്ക്ക് നടക്കാണ്ടിരിക്കുക. ഇപ്പം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ സംഭവബഹുലമായ ഫസ്റ്റ് ദിവസത്തെ ഒരു കാഴ്ച ബാക്കു സിറ്റിയിൽ ഞങ്ങളുടെ കഴിഞ്ഞിരിക്കുകയാണ്.